വയനാട് കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. ഇന്ന് 3 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മീനാക്ഷിപ്പുഴയുടെ സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നന്ദഗോപാൽ, ഇന്ന് വളരെ പെട്ടെന്ന് രാവിലെ തുടങ്ങിയ തിരച്ചിലിൽ വളരെ പെട്ടെന്നാണ് ഓരോ മൃതദേഹങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 4 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരാരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി? തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സംഘങ്ങളായി തിരിഞ്ഞ് ഇവിടെ 4 സോണുകളായി മാറ്റിക്കൊണ്ടായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പ്രധാന സോണുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സ്ഥലം പുഴയോര ഭാഗമായിരുന്നു. ആ പുഴയോര മേഖലയിൽ മണ്ണ് ശക്തമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ കാണാതായവർ ഈ ഭാഗത്തുണ്ടാകുമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നടത്തിയ പരിശോധനയിലാണ് നിലവിൽ ഇപ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ വൈത്തിരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടെ 2 പേരുടെ കൂടെ കണ്ടെത്താനുണ്ട്. ആ ഭാഗങ്ങളിലും പുഴയുടെ ഭാഗങ്ങളിലാണ് അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുഴയുടെ ഭാഗത്ത് തന്നെ 2 പേർ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് NDRF-ഉം അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. NDRF-ന്റെ 2 സംഘങ്ങളായി പുഴയിൽ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഈ ഭാഗത്ത് പുഴയിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. അത് രാത്രി ഉയർത്തുകയും ചെയ്തു. ഇത് ഉയർത്തിയതോടുകൂടി ആ പുഴയുടെ ഒഴുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. പരിശോധന കുറച്ചുകൂടി കൃത്യമായി നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ 3 മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടി സിദ്ദിഖും അതോടൊപ്പം തന്നെ AP അനിൽകുമാറും ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും നിരവധി JCB-കൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പരിശോധനകളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. രാവിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ MP ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ സ്ഥലത്തെത്തി ആളുകളുമായി ഉൾപ്പെടെ സംസാരിച്ച ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പരിശോധന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരെ കൂടെ ഉടൻ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നന്ദഗോപാൽ, ഇനി 2 പേരെ കൂടെയാണ് കണ്ടെത്താനുള്ളത്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്.